ഒരു കാലത്ത് ബി.ജെ.പിയുടെ ഏറ്റവും ഇഷ്ടത്തോഴരായിരുന്ന ശിവസേന മോദി വിരുദ്ധ മമതാ ബാനർജിയുടെ സമരം, മോദി വിരുദ്ധ നിലപാട്, മമതാ ബാനർജിയുടെ മോദി വിരുദ്ധ നിലപാടിന് പൂർണ്ണ പിന്തുണ നൽകുന്നു. അവിടെ പറയുന്നു പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ നിലപാടിനോട്, മമതാ ബാനർജിയുടെ രാഷ്ട്രീയ നിലപാടിനോട്, മമതാ ബാനർജിയുടെ ധാരണയ്ക്ക്, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ധാരണയ്ക്ക് ശിവസേന പൂർണ്ണ പിന്തുണ നൽകുന്നു. ഇത് വളരെ ഗൗരവതരമായ കാര്യമെന്നാണ് ശിവസേന പറയുന്നത്. ശിവസേന പറയുന്നു സിബിഐയും മമതയും മുഖാമുഖം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മമതാ ബാനർജിയും ബി.ജെ.പിയും മുഖാമുഖം എന്നുള്ളതാണ്. സിബിഐ വേഴ്സസ് മമതാ ബാനർജി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് മമതാ ബാനർജി വേഴ്സസ് ബി.ജെ.പി എന്നുള്ളതാണ്. ഈ ഇഷ്യൂ ഇപ്പോൾ മമതാ ബാനർജി ഉയർത്തുന്ന വിഷയങ്ങൾ, ബി.ജെ.പിക്കെതിരെ ഉയർത്തുന്ന വിഷയങ്ങൾ സിബിഐയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആക്ഷേപം 2019 തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സിബിഐയെ ബി.ജെ.പി ഇതര പാർട്ടികൾക്ക്, ബി.ജെ.പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക്, ബി.ജെ.പി ഇതര സർക്കാരുകളുടെ തലപ്പത്തിരിക്കുന്നവർക്ക് നേരെ, ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർക്ക് നേരെ സിബിഐയുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നു മോദി സർക്കാർ എന്നുള്ള മമതാ ബാനർജിയുടെ ആരോപണം ഗൗരവമാണ്. ഇത് വളരെ വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സിബിഐ അങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് രാജ്യത്തിന്റെ ഡിഗ്നിറ്റിക്ക് ഏറ്റവും കളങ്കം ചെയ്യുന്ന രീതിയാണ്. സിബിഐയെ പോലെയുള്ള ഒരു പ്രസ്ഥാനം, സിബിഐ പോലെയുള്ളൊരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയുടെ സത്യസന്ധതയും നിഷ്പക്ഷതയും അതിന്റെ നീതി നിയമഘടനയെയും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മമതാ ബാനർജിയുടെ ആരോപണം. അങ്ങനെ ഒന്ന് കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് എങ്കിൽ, മോദി സർക്കാർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് തടയേണ്ടതാണ്. മമതാ ബാനർജിയുടെ ആരോപണം വളരെ ഗൗരവമാണ്. വളരെ ഗൗരവത്തിൽ അത് ചർച്ച ചെയ്യണമെന്നുമാണ് ശിവസേനയുടെ സഞ്ജയ് റാവുത്ത് ഇപ്പോൾ മമതാ ബാനർജിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്നത്.